ഹലോ ഗൈസ്, ഡോണ ടോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കൊല്ലത്തെ ആദ്യത്തെ വേനൽക്കാലത്തുള്ള മെഡീവൽ ഫീസ്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. മെഡീവൽ ഫീസ്റ്റിന്റെ വിശേഷം 2025 ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരു വിഷയങ്ങളാണ്. കാരണം മെഡീവൽ ഫീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസുകാർ കൊണ്ടുവന്ന ഒരു വിശേഷ ദിവസമാണ്. പിന്നെ നമ്മുടെ വേനൽക്കാലത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഫീസ്റ്റാണ്. അപ്പോൾ നമുക്ക് അത് ആഘോഷിക്കാനായിട്ട് ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ, അവർ നമ്മളെ വഴി കാട്ടി മുന്നോട്ട് പോകും. ഇവിടെ എല്ലാവരും ഭയങ്കര ആഘോഷങ്ങളിലാണ്. ചില ആളുകൾ തല്ലുകൂടുന്നു. അവിടെ ഈ ഭാഗത്ത് ചില ആളുകൾ സന്തോഷിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല ആഘോഷങ്ങളുടെ തിമിർപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഒരുപാട് കടകളൊക്കെ ഇവിടെ ഉണ്ട്. എൻ്റെ അടുത്ത് തന്നെ 2 സൈഡിലായിട്ടും കടകൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊളേഡോയിലുള്ള എല്ലാവരെയും, സ്പെയിനിലുള്ള എല്ലാവരെയും കുറച്ചുകൂടി ഭംഗിയാക്കുക, ഭയങ്കര ബ്രൈറ്റനിങ് ആക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശം. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ലേറ്റ് നൈറ്റാണ് ഇത് തുടങ്ങുന്നത്. ഡ്രസ്സിൻ്റെ ഏരിയ, ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഞാൻ എല്ലാം കാണിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ ഓരോ വേഷം കെട്ടി ഓരോ ആളുകൾ വരുമ്പോൾ കാണാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്നതാണ്. ഗൈസ്, ഇവിടെ ഒരാൾ വരുന്നുണ്ട്. ജീവനില്ല, പക്ഷെ ജീവനുള്ള ഒരു തോന്നണത്. ഓ മാതൃയ, ഇത് രസമുണ്ടാ. ഹസ്തിക്കൂടം വെച്ച് വരുന്ന വണ്ടി. എന്റെ മേത്തേക്ക് ആ സാധനം ഇട്ടപ്പോ ഞാൻ ആകെ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഓ മൈ ഗോഡ്. അയ്യോ ചന്തി, അയ്യോ ഇച്ചനെ കാണാനില്ല. അയ്യോ ഇച്ചന്തേ അവിടെ ഇട്ട് ഞാൻ പേടിച്ചതേ. ഇച്ച വേഗം ആ പുള്ളിക്കാരൻ വരുന്നുണ്ട്. ഇച്ച എന്റെ മേത്തേക്ക് ഇടും. ഓ മൈ ഗോഡ്. നമ്മൾ വന്ന് കുറച്ചധികം മുന്നോട്ട് നടന്നു. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാണാനായിട്ട്. നമ്മൾ കുറച്ച് നേരം നടന്നിട്ട് നമ്മൾ നോക്കി കഴിയുമ്പോൾ വേറൊരു പ്രതീതിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രസമുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം ഈ ഒരു ആംബിയൻസിൽ സെറ്റ് ചെയ്തേക്കൊണ്ട് ഇവിടെ പിള്ളേര് കിടന്ന് കറങ്ങാണ്. നോക്ക്, ഒരാള് സൈക്കിള് ചവിട്ടി കൊടുക്കണ പോലെ അവിടെ ഇരുന്ന് ചവിട്ടി കൊടുക്കുക. ഇവര് കറക്കാൻ വേണ്ടിട്ട്. ഇലക്ട്രോണിക്കില് വർക്ക് ചെയ്യണല്ല, ഇത് മാൻ പവറിൽ വർക്ക് ചെയ്യണത്. ഇരിക്കണ പുള്ളിയില്ലേ, ആ പുള്ളി ഇരുന്ന് ചവിട്ടി 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 കൊടുക്കണതാ. കണ്ടോ അവിടെ ഇരിക്കണ, കണ്ടോ ഇരിക്കണുണ്ടോ? ഇത് ഞാൻ കണ്ടു.
എനിക്കിതിൽ ആടണം എന്നുണ്ട്. നമ്മളെ കേട്ടൂല, കുഞ്ഞു പിള്ളേരെ മാത്രം കേട്ടുള്ളൂ. പൊന്നാരി അതേ വായും പൊളിച്ച് നോക്കിയേക്കാണതേ. പിള്ളേരെ ആട്ടണ സൈക്കിളിൽ നോക്കിയിട്ട് കൊതി കൊത്തിരിക്കുകയാണ്. പൊന്നാരിയേ, അതില് പിള്ളേരെ മാത്രമേ കേട്ടുള്ളൂ, കാത്തിരുന്നിട്ട് കാര്യമില്ല, കേറ്റൂല. 4 യൂറോ. 4 യൂറോ ആണോ? പുള്ളിയോട് പറ 8 യൂറോ തരാൻ കറക്കാമോന്ന് ചോദിക്കേ. കേറാപ്പിതോന്ന് ചോദിക്കണേ, എത്ര പെട്ടെന്നാ കറക്കണേന്ന്, ഭയങ്കര സ്പീഡാന്ന്. പിള്ളേര് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ നമുക്ക് ആടാൻ പോണായിരുന്നല്ലോ അവനേര്. സന്തോഷിക്കാനായിട്ട് ആരും കൊണ്ടുപോയില്ലാലോ. ഒരു വഴിക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നല്ലേ, എല്ലാരും അപ്പുറം ഇങ്ങനെ തോന്നും. പിന്നെ അന്നത്തെ കാലം ആരെയും പറഞ്ഞ കാര്യമില്ല, പിച്ചക്കരും പാവപ്പെട്ടവരല്ലേ. കുറച്ച് കിലോ അധികമായി പോയി, അതുകൊണ്ട് ഞങ്ങളെ കേറ്റൂല. കുഞ്ഞു പിള്ളേർക്ക് മാത്രമാണ് കേറ്റാവുള്ളൂ. ഇച്ചായനും കൊതി ഊറി നിൽക്കാണ്, പക്ഷെ ഇച്ചായനും കേറാൻ പറ്റുന്നില്ല അല്ലേ? അതെ, ഞാനിത് കാണുമ്പോ എന്റെ കുട്ടിക്കാലം ഓർമ്മ വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാ പപ്പ പറയും, പപ്പയും മമ്മിയും കൊണ്ടുപോവാണെങ്കിൽ പറയും, അതായത് മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ എല്ലായിടത്തും കൊണ്ടുപോവാന്ന് പറയും. ഇഷ്ടമുണ്ടെങ്കിലും ഒരു സാധനം ചോദിക്കില്ല ഞാൻ. എനിക്കറിയില്ല, എനിക്ക് കുറേ സാധനങ്ങളോട് ഭയങ്കര ആർത്തിയൊക്കെ ആയിരുന്നു. പിന്നെ അനിയന് വിട്ടിട്ട് പറയും അത് ഇച്ചാൻകുഞ്ഞിയുടെ ഒരു കറുപ്പം, അല്ല സോറി, കറുപ്പം കറക്കെന്ന് വിചാരിച്ചേ. പപ്പയും മമ്മിയും അപ്പൊ എന്റെ അനിയനുണ്ട്, അനിയന്മാരെ ഞാൻ പേര് വിളിച്ചു വിടും. മീൻസ് എടാ കാറ് മേടിക്കണം, എനിക്ക് കാറൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാറ് മേടിക്കടാ, അത് മേടിക്കടാ, ഇത് മേടിക്കടാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ അവർ ചോദിക്കണോണ്ട് അവരെ എവിടെയും കൊണ്ടുപോവില്ല. നൈസായിട്ട് ഞാൻ അവരുടെ തലയിലിടും. പാവം എന്റെ ആങ്ങളന്മാര്. ഇപ്പൊ ഞാൻ അവരെ സ്മരിക്കുന്നു, ഞങ്ങൾക്ക് ഈ മെഡിവൽ ഹിസ്റ്ററി കാണുമ്പോ ശരിക്കും പറഞ്ഞ നാട്ടിലായിരുന്നെങ്കിലും ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നെ. പക്ഷെ ഇവിടെ കുറച്ച് പറ്റും. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇത് വന്നില്ല അല്ലെ, നാടിന്റെ ഒരു അന്നത്തെ വെച്ചാൽ ഇവിടെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളു. പൊന്നാരി നമ്മള് ഇവിടെ കുറെ ഒരു ഗ്രാമമാണ്, അപ്പൊ കുറച്ച് ആൾക്കാരല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പരിപാടികൾ. അവിടുത്തെ പിള്ളേരെയും കൂടി ഇവരുടെ വേറെ കേസുണ്ട്. ഇവര് പിള്ളേർക്കും വലിയവർക്കും പ്രായമാവർക്കും ബാച്ചിൽ അല്ലെങ്കിൽ ഒരു യൗവനക്കാർക്കും അതുകൂടാണ്ട് LGBTQ അങ്ങനെയുള്ള സകല ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പ്രോഗ്രാംസ് വെക്കുന്നുണ്ട്. ഇതേ സമയത്ത് അവിടെ പ്ലാസാദേൽ തൊളേതോ എന്ന് പറയുന്ന നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടില് LGBTQ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ സമയത്ത്. അതെ, ഈ സമയത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതേ സമയത്ത് ഇവിടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് വേറെ അതിൽ താല്പര്യമില്ല. പക്ഷെ ഇവിടെ എൻജോയ് ചെയ്യാൻ പിള്ളേർക്ക് ഇതേ ഇവിടെ അടുത്ത പരിപാടികൾ, എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് പരിപാടികൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് വേനൽക്കാലാണ്, ഒരു പണിയില്ലാണ്ട് ആൾക്കാർ ചൊറിയും കുത്തിരിക്കുന്നത് ഗവൺമെന്റിന് അറിയാം. അതുകൊണ്ട് ഗവൺമെന്റിനെ വെക്കാതെ തന്നെ വേറെ പരിപാടികൾ അത് നമുക്ക് നടത്താലോ. സ്ഥലത്തേക്ക് പോവാം. ഇങ്ങോട്ട് വന്നേ, അത് നോക്കിയേ, പസിലാന്ന് തോന്നുന്നു അല്ലേ? കൊറേ കളിക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. ആ പിള്ളേര് രണ്ടെണ്ണം കൂടി തല മറിച്ചിട്ടതാ. കൊറേ പസിൽസ് ഉണ്ട്. ഇതെന്താ? ഓ, ഇതിന്റെ മുകളില് എറിഞ്ഞു വീഴ്ത്തണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഹോക്കി കളിയാ. ആ തൊളയുടെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണം. ഇത് നെക്സ്റ്റ് ഗെയിം നമുക്ക് കളിക്കണം. ഇച്ചായന്റെ ആ പസില് തുടങ്ങി. ഇച്ചായന്റെ വക പസിൽസ് നമുക്ക് കാണാം. വേണ്ട പൊന്നാരി, ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞേക്കണ കാര്യങ്ങളാ. വേണ്ട ബുദ്ധി ഉപയോഗിക്കരുത്. പൊന്നാരി ടൈലോണി അല്ല പൊന്നാരി. എനിക്ക് ഇഷ്ടമുള്ള എടുക്കും, അതെടുത്ത്.
ഞാൻ ജയിച്ചിരിക്കുന്നു വിജയകരമായിട്ട്. എന്റെ ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത്. കളിക്കാം. ഇതൊരു ബാലൻസിങ് മെഷീനാണ്. ബാലൻസ് ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിർത്തിയിട്ടുള്ള മാജിക് പാമ്പ് ഫ്രീ ആയി വാ പാമ്പ് ഫ്രീ ആയി. ആ പാമ്പിന്റെ ആ തലക്ക് ഇരുതലമൂരിയാണ്. അപ്പുറത്തെ തലയ്ക്ക് ഇപ്പുറത്ത് കൊണ്ടുവരണം. രണ്ടുപേരും കൂടി ശ്രമിച്ചിട്ട്. ചാങ്കുഞ്ഞി തോറ്റോ. ഇവിടെ ആളുകളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ അറിയാത്തത്. അത്യാവശ്യം ഇതുപോലുള്ള പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ ഇവിടെയൊക്കെ നിറയേണ്ടതാണ്. പക്ഷെ ഇവിടെ ആളുകളൊന്നും വന്നിട്ടില്ല. ഫുഡടിയും കാര്യങ്ങളൊക്കെ ക്ഷേമമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മെഡിവൽ ഫെസ്റ്റിന്റെ വിശേഷങ്ങള്. ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഓരോന്നോരോന്ന് ഞാൻ ഷോർട്ടിലിടാം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ.